റീലിലൂടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വർത്തമാനമാണ് മത്തൻ കുത്തിയാൽ അവക്കാഡോ മുളയ്ക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേടനെ കാണാൻ പോയ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് പെൺകുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറാൻ വേണ്ടിയിട്ട് കാരണം എന്നുള്ള അതിൻ്റെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വളരെയധികം ആൾക്കാർ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര മണിക്കൂറായിട്ടാണ് നമ്മൾ 2:30 വന്ന് നമ്മളാണ് 2:30 വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റും. എത്രയും പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. ഈ പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തായിരുന്നു. അന്ന് വേടനെ കുറിച്ചായിരുന്നു എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള വേടൻ്റെ ഈ ആരാധകര വൃന്ദങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് അധികവും. അപ്പോൾ ഈ കൗമാരപ്രായക്കാരുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് ഏകദേശം എൻ്റെ പ്രായം അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞും കുറച്ചുകൂടെ മൂത്ത ആൾക്കാരായിരിക്കും. അതായത് 70-ന് ശേഷം ജനിച്ചവരാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ നിഷേധാത്മകതയോടും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനോടുമൊക്കെ ഭയങ്കരമായിട്ടുള്ള താല്പര്യം തോന്നുന്നത്? അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണിത്. 2-3 വീഡിയോ ആയിട്ടാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികളുടെ പ്രായം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ കുട്ടികളുടെ പ്രായത്തിൽ ഒരു പാശ്ചാത്യ സംസ്കാരത്തിലേക്കുള്ള ഒരു വലിയ ചാട്ടം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പാശ്ചാത്യരായിട്ടുള്ള കുട്ടികളെ വളർത്തിയതുപോലല്ല ഇവിടെ ഭാരതീയരായിട്ടുള്ള നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. അവർ നമ്മളുടെ സ്വന്തം തണലിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം മാതാപിതാക്കൾക്കാണ്. പക്ഷേ ഈ സംരക്ഷണം കൊടുക്കുന്ന മാതാപിതാക്കളെ ഒരു രീതിയിലും ഇവർ അനുസരിക്കാതെ അവരുടെ തന്നിഷ്ടപ്രകാരം പോയിട്ടും നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു മാതാപിതാക്കളെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. കൗമാരപ്രായത്തിൽ മുഴുവനും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതലും അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കുട്ടികളുടെ മേലെ യാതൊരു നിയന്ത്രണവുമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു കാരണം നമുക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള ഒരു പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടികൾക്ക് മാതൃകയാകാനും ഇവരെ അനുസരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തത് ഈ മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ജീവിതത്തിലെ മൂല്യങ്ങളോ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടോ ഒന്നും യാതൊരു ധാരണയും കിട്ടാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഇരകളാണ് ഈ മാതാപിതാക്കൾ. അതുകൊണ്ട് ഒരു കുട്ടിയെ നല്ല രീതിയിൽ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്ത ഒരു തലമുറയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ശിക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ നല്ല പൗരന്മാരായിട്ട് മാറ്റാനോ നമുക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള ചോദ്യം വളരെ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള റെസ്പോൺസും വന്നിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ചിന്തിച്ചുകൊണ്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ആ പ്രായത്തിൽ, നമ്മുടെ കൗമാരപ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ ആ രീതിയിൽ നമ്മുടെ അന്നത്തെ സാഹചര്യം അനുസരിച്ച്, അന്ന് ഈ വേടനോ ഇതുപോലത്തെ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ രീതിയിൽ അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ നമ്മൾ ആ ഒരു കൗമാരപ്രായത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം രീതികൾ മാറി, കാലഘട്ടം മാറി, ടെക്നോളജി മാറി, ഇതൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ ഇപ്പോഴത്തെ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ അവരൊക്കെ 90കളിൽ ആണ് അവരുടെ ഒരു കൗമാരം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 80കളിൽ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്തെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഇന്നത്തേത് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. അതിനുശേഷമാണ് ടെക്നോളജിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം അറിഞ്ഞത്. അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ആഡംബരം എന്നൊക്കെ പറയുന്നത് TV ആയിരുന്നു വീടുകളിലൊക്കെ. പിന്നെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു മെസ്സേജായിട്ട് ഒരാൾ അയച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും എൻ്റെ കുട്ടി അനുഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓവറായിട്ട് പാമ്പർ ചെയ്യുന്ന ഒരു വിഭാഗം. അപ്പോൾ ആ കുട്ടികൾക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഓവർ പാമ്പറിങ് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് ഇനി കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാതാപിതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾ തിരിച്ച് നിയന്ത്രിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഒരു സാഹചര്യം ഈ കുട്ടികളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്.
നമ്മൾ എല്ലാ സാഹചര്യങ്ങളെയും എനിക്കിവിടെ പറയാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ വന്ന കുറേ കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. രണ്ടാമത് വരുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഈ ഇൻസെക്യൂരിറ്റിക്ക് പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അതിഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മുഴുവനും ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള വഴക്കായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് സ്നേഹപ്രകടനം നടത്തിയാൽ നാണക്കേടാണെന്ന് വിചാരിക്കുകയും അതോടൊപ്പം തന്നെ പരസ്പരം ചീത്ത വിളിക്കുന്നതിൽ യാതൊരു നാണക്കേടും വിചാരിക്കാത്ത മാതാപിതാക്കൾ. അപ്പം ഇങ്ങനെയുള്ള മാതാപിതാക്കളെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവരെ ആരുടെ അടുത്ത് ചെന്നാലാണ് രക്ഷപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കുട്ടികൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് അന്ന് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് 70s ജനിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാഭ്യാസം നമ്മളെ എവിടെയാണ് എത്തിച്ചത്, അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.